ശ്രീ റെജി ലൂക്കോസ് എപ്പോഴും പറഞ്ഞത് നിങ്ങൾ തുടക്കം മുതൽ പറയുന്ന ആദ്യം തന്നെ മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ എത്രയോ ഊഷ്മളമായ ബന്ധമായിരുന്നു. എത്രയോ തവണ മുഖ്യമന്ത്രി രാജ്ഭവനിൽ പോയി അദ്ദേഹത്തെ സന്ദർശിക്കുന്ന സാഹചര്യമുണ്ടായി. മന്ത്രിമാർ നേരിട്ട് ചെന്ന് കാര്യങ്ങൾ വിശദീകരിക്കുന്ന സാഹചര്യമുണ്ടായി. എവിടെയാണ് തെറ്റിയത് എന്നതിൻ്റെ ഒരു ചിത്രമാണ് RS ശശികുമാർ പങ്കുവച്ചത്. അദ്ദേഹം കാവ്യവൽക്കരണത്തെ അനുകൂലിക്കുന്ന ആളൊന്നുമല്ല. എവിടെയാണ് സർവകലാശാലകളിൽ കാവ്യവൽക്കരണത്തിന് ഗവർണർ ശ്രമിച്ചത്? അതാണല്ലോ ഈ സംഘപരിവാറിന്റെ കാര്യാലയമാക്കി എന്നാണ് ദേശാഭിമാനി അടക്കം എഴുതിയത്. ഗവർണർ ഈ കേരളം വിട്ടു പോകുമ്പോൾ സംഘപരിവാറിന്റെ കാര്യാലയമാക്കാൻ ഇവിടെ എന്ത് തരത്തിലുള്ള നടപടികളാണ് ഇവിടുത്തെ സർവകലാശാലകളിൽ ഗവർണർ കൈക്കൊണ്ടത്? ബഹുമാനപ്പെട്ട ശിവകുമാർ സാറ് അദ്ദേഹത്തിന്റെ സുഹൃത്തുകൂടെയാണ്. അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും അദ്ദേഹം ഒരു അക്കാഡമിഷ്യനോടെയാണ് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും ഞാൻ വളരെ കൗതുകത്തോടെ കേട്ടോണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ കാവ്യവൽക്കരണത്തിനൊന്നും ആരിഫ് മുഹമ്മദ് ഖാൻ ബഹുമാനപ്പെട്ട മുൻ ഗവർണർ ശ്രമിച്ചില്ല എന്ന് പറഞ്ഞത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സാറിന്റെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാം. യൂണിവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെട്ടും സെനറ്റിൽ നോമിനേറ്റ് ചെയ്ത ബന്ധപ്പെട്ടും വൈസ് ചാൻസലർമാരുടെ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് 9 തവണ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ റദ്ദ് ചെയ്തിട്ടുണ്ട്, സ്റ്റേ ചെയ്തിട്ടുണ്ട്. അപ്പൊ കേരളത്തിന് ഹൈക്കോടതി ഇടതുപക്ഷത്തിന്റെ ആളുകളായിരിക്കണം സാറ് വ്യാഖ്യാനിക്കും. ബഹുമാനപ്പെട്ട നമ്മുടെ ഹൈക്കോടതിയിലെ ന്യായാധിപന്മാർ സാറായിരുന്നു മറുപടി വേണം. അത് കൂടാണ്ട് തന്നെ ബഹുമാനപ്പെട്ട രാധാകൃഷ്ണൻ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊരാളാണ്. BJPയുടെ ഒരു മിത മുഖമാണ് അദ്ദേഹം മറുപടി പറയേണ്ട പ്രധാനപ്പെട്ട ഒന്നുകൂടി കാര്യങ്ങളുണ്ട്. അറിയോ, ജസ്റ്റിസ് സദാശിവം നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. പല നിർണായകമായിട്ടുള്ള വിധികളും ഭരണഘടനാപരമായി തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ജസ്റ്റിസ് ചീഫ് ജസ്റ്റിസ് അദ്ദേഹത്തിനെ അപ്പോയിന്റ് ചെയ്തതും രാഷ്ട്രപതിയാണെങ്കിലും സാങ്കേതികമായിട്ട് ഈ BJPയുടെ കേന്ദ്രത്തിൽ ഇപ്പോൾ ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ, മോദി സർക്കാരാണ് അദ്ദേഹത്തിനെ കേരളത്തിലെ ഗവർണറായി നിയമിച്ചത്. അദ്ദേഹം ഇവിടെ വന്നു. അദ്ദേഹം വന്നപ്പോൾ ഇതുപോലെ തന്നെ ഈ ആരിഫ് മുഹമ്മദ് ഖാൻ വരുന്ന തന്നെ നല്ല സ്വീകരണം കൊടുത്തു. അദ്ദേഹം ഈ സർക്കാരുമായിട്ട് ഏറ്റുമുട്ടലിൽ നിന്നില്ല. തന്നെയുമല്ല, അദ്ദേഹത്തിന് വിയോജിപ്പുണ്ടായിരുന്ന 4 തവണ ബില്ലുകൾ അദ്ദേഹം അടക്കിയിട്ടുണ്ട്. പക്ഷേ ബന്ധപ്പെട്ട മന്ത്രിമാരും മുഖ്യമന്ത്രി നേരത്തെ വിശദീകരിച്ചപ്പോൾ അദ്ദേഹം അതെല്ലാം അനുമതി കൊടുത്തു. 5 വർഷക്കാലം അദ്ദേഹം കേരളത്തിൽ ചെയ്തൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതിൽ മറന്ന് സംസാരിക്കരുത്. എന്താ വെച്ചാല് അദ്ദേഹം കേരളത്തിലെ എത്രയോ ക്യാമ്പസുകളിൽ പോയി കുട്ടികൾക്ക് ഇൻസ്പിറേഷൻ കൊടുത്ത് മോട്ടിവേറ്റ് ചെയ്തു. എത്രയോ ക്യാമ്പസുകളിൽ അദ്ദേഹം ആ കാര്യത്തിൽ കേരളത്തിലെ ഗവർണർമാർ വേറിട്ടിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു സദാശിവം സാർ. അത് തന്നെയുമല്ല, ജസ്റ്റിസ് സദാശിവം അദ്ദേഹത്തിന് ഇപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ഒരു യാത്രയപ്പ് നൽകി. അദ്ദേഹത്തിന്റെ തറവാട്ടില് കൃഷിയിടങ്ങളിൽ പോയി അദ്ദേഹം താമസിക്കുകയാണ് തമിഴ്നാട്ടിൽ. ഈ ആരിഫ് മുഹമ്മദ് ഖാൻ ഭരണഘടനാപരമായ ധിക്കാരം പറഞ്ഞപ്പോഴും ഈ കേരള സർക്കാരുമായിട്ട് ഏറ്റവും മോശമായ രീതിയിൽ ഏറ്റുമുട്ടിയപ്പോഴും കേരളത്തിലെ വികസന പ്രവർത്തനത്തിനുള്ള സകല ബില്ലുകളും തടഞ്ഞു വെച്ചപ്പോൾ സഹിയിട്ട് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ജസ്റ്റിസ് സദാശിവം തമിഴ്നാട്ടിൽ അദ്ദേഹത്തിന്റെ വീട്ടിലിരുന്നു എന്ന് പറഞ്ഞെന്താ, ആരിഫ് മുഹമ്മദ് പക്വത കാണിക്കണം, ഭരണഘടനയെ മാനിക്കണം. അദ്ദേഹം ചെയ്ത തെറ്റാണ്. ഒരു ഗവർണർ സ്ഥിരമായി സർക്കാരുമായിട്ട് ഏറ്റുമുട്ടുന്നതല്ല. ഭരണഘടനാപരമായി തലവനാണെങ്കിലും അതിന് ഒരുപാട് പരിമിതികളുണ്ടെന്ന് പറഞ്ഞു. ഇനി വേറൊന്നും പറയാം. ബഹുമാനപ്പെട്ട LK അദ്വാനി പാർലമെന്റിൽ പ്രതിപക്ഷത്തിരുന്നപ്പോൾ പരസ്യമായിട്ട് ഗവർണർ തള്ളി പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ബഹുമാനിച്ചിരുന്ന ഒരു വ്യക്തിത്വം ഉണ്ടായിരുന്നു മുൻ BJP സർക്കാരിന്റെ കാലത്തെ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി. ഇന്ത്യ അറിയപ്പെടുന്ന ഒരു നിയമവിദഗ്ധനോടെയായിരുന്നു. സുപ്രീം കോടതിയിലെ ഏറ്റവും പേര് കേട്ട ഒരു അഭിഭാഷകനുമായിരുന്നു. അദ്ദേഹം പരസ്യവേദിയിൽ ഗവർണർ പദവി തെറ്റാണെന്ന് പറഞ്ഞു. ഇതൊന്നും ഭരണത്തിലുള്ളപ്പോഴല്ല കേട്ടോ, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട്. അത് ഗവർണർ പദവി എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ ഒരു എന്താ പറയാ, അവരെ ഇപ്പോഴും നമ്മൾ ഓർക്കാൻ വേണ്ടിയിട്ടുള്ള പദവിയാണ്. ഞാൻ അതുകൊണ്ട് ഗവർണർ പദവിനെ പൂർണ്ണമായ രീതിയിൽ അത് ഒഴിവാക്കണം ഞാൻ പറയുന്നില്ല. തെറ്റായ യാത്ര ചെയ്യുന്ന ഞാൻ ചെറിയൊരു ഇടപെടൽ ഇപ്പോൾ അങ്ങ് സദാശിവത്തിന്റെ കാര്യം പറയുകയാണ്. സദാശിവൻ ചില ബില്ലുകളുടെ കാര്യത്തിൽ ചില അവ്യക്തതകൾ മുന്നോട്ട് വെച്ചു. ഇത് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചെന്ന് അദ്ദേഹത്തോട് ഈ ബില്ലിന്റെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ ഒരുപക്ഷെ അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ടുണ്ടാകാം. പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാര്യത്തിൽ നിങ്ങൾ എന്താണ് ചെയ്തത്? അദ്ദേഹം ഈ ബില്ലിൽ അവ്യക്തതയുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് പല ബില്ലുകളും സർക്കാരിന് നേരിട്ട് അയക്കുമ്പോൾ അതിനോടെല്ലാം സർക്കാരിന്റെ പ്രതികരണം എന്തായിരുന്നു? അവഗണിക്കുകയായിരുന്നില്ലേ നിങ്ങൾ ചെയ്തത്? നിങ്ങൾക്ക് എന്താ, മുഖ്യമന്ത്രിക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രിമാരെ കൊണ്ട്, വകുപ്പ് മന്ത്രിമാരെ കൊണ്ട് അവിടെ ചെന്ന് ഈ ബില്ലിൽ ഇന്ന പ്രശ്നങ്ങൾ അങ്ങ് ചൂണ്ടിക്കാണിച്ചത് ശരിയല്ല എന്ന് പറയാമായിരുന്നില്ലേ? എത്രയേറെ അവസരങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു. അതൊന്നും ചെയ്യാതെ കോടതിയിലേക്ക് ഈ പ്രശ്നം വരുമ്പോൾ മാത്രമാണ് കോടതിയുടെ മുന്നിൽ നിങ്ങൾ കാര്യങ്ങൾ വിശദീകരിക്കുന്നു. വളരെ കൃത്യമായ ഒരു മനുഷ്യൻ രാജ്ഭവനിൽ ഇരുന്ന് ചോദിക്കുകയാണ്, ഈ ബില്ലിൽ ചില പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾ ഇതൊന്ന് സംശയം
സംശയം ദൂരീകരിച്ച് തരൂ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തോട് നിങ്ങൾ കാണിച്ച സമീപനം എന്തായിരുന്നു? നീലിമ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വളരെ ജനകീയമായിരുന്നുള്ള അടുത്തറയുള്ള ഒരു മാധ്യമപ്രവർത്തകയാണെന്നുള്ള എനിക്ക് പറയുന്നതിൽ യാതൊരു മടിയില്ല. ജനൻ ടിവിയിലാണെങ്കിൽ ഞാൻ അംഗീകരിക്കുന്നതിനാണ്. നീലിമ തെറ്റിദ്ധരിപ്പിക്കുന്ന ചോദ്യം ചോദിക്കും. അതായത് കേരളത്തിന്റെ മുഖ്യമന്ത്രി അരിവ് മുഹമ്മദ് ഖാൻ പോലും നിഷേധിക്കുന്നില്ല, മാധ്യമങ്ങൾക്ക് നിഷേധിക്കാമില്ല. പലതവണ മുഖ്യമന്ത്രി എടുത്തു വെച്ചു, അല്ല ഈ ഗവർണർ എടുത്തു പിന്നെ അദ്ദേഹം വിശദീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ പോലും പോയില്ല നിങ്ങളത് പറയരുത്. മുഹമ്മദ് ഖാൻ എന്നതായിരുന്നു ഇവരുടെ പ്രശ്നം, ഗവർണർ എന്ന പദവിയായിരുന്നു പ്രശ്നം. അതിനെ ചൊല്ലി തന്നെ ഒരുപാട് വാഗ്വാദങ്ങൾ നടന്നിട്ടുണ്ട്. എന്തായിരുന്നു ഇവരുടെ യഥാർത്ഥ പ്രശ്നം? വാസ്തവത്തിൽ ഗവർണർ പദവിയെ കുറിച്ച് ഈ രാജ്യം സ്വാതന്ത്ര്യം ലഭിച്ച അന്ന് മുതൽ ദേശീയ തലത്തിലും അങ്ങയിലേക്ക് വരാം. ഈ ഒരു ഞാൻ പൂർത്തീകരിക്കുകയാണെങ്കിൽ മൂന്ന് പേരെ ഇരുത്തിയിട്ട് എന്നെ കൊണ്ട് സംസാരിപ്പിക്കാതിരിക്കുന്നത് അങ്ങ് ഉന്നയിച്ച സംശയം അതൊന്ന് ദൂരീകരിച്ച് പോകാം നമുക്ക്. യു പ്ലീസ് ലിസൺ മൈ ആൻസർ ഫസ്റ്റ്, ദെൻ അപ്പുറത്തെ ആൾക്കാരോട് ചോദിക്കൂ. അതല്ലേ എന്റെ മര്യാദ. ഞാൻ ഒരാൾ ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കുമല്ലേ, ഈ മൂന്ന് പേർക്ക് ഞാൻ മറുപടി വരണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അതല്ലേ ഒരു ഡിബേറ്റിന്റെ ജനാധിപത്യം എന്ന് പറയണമെങ്കിൽ. പോകാൻ പറ്റിയില്ലെങ്കിൽ മന്ത്രിമാർക്ക് പോകാമായിരുന്നല്ലോ. ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടാണ് ഒട്ടേറെ പ്രശ്നങ്ങൾ ഉയർന്നു വന്നത്. നീലിമ അതാ പറഞ്ഞ നീലിമ തെറ്റിദ്ധരിപ്പിക്കുന്ന ബുദ്ധിപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കരുത്. കാരണം ആ ചോദ്യം ചോദിച്ചാൽ മറുപടി ഉണ്ട്. കാരണം ഇത് ചരിത്രാധികാരത്തെ സംഭവമല്ല. 6 തവണ ഞാനത് റെഫർ ചെയ്തിട്ട് 6 തവണ കേരളത്തിലെ മുഖ്യമന്ത്രി അദ്ദേഹത്തെ കാണാൻ പോയിട്ടുണ്ട്. പല സർക്കാരുകളും അദ്ദേഹത്തെ കാണാൻ പോയിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം ബില്ലുകൾ മനഃപൂർവ്വം തടഞ്ഞു വെച്ച് കേരളത്തിന് നിർണായകമായ ബില്ലുകൾ ശരിയാണെങ്കിൽ ലോകായുക്ത പോലുള്ള ബില്ലുകൾ നിൽക്കൂ. ലോകായുക്ത ബില്ല് പിന്നെ ഈ ബില്ല് അവതരിപ്പിക്കുന്ന ഈ രാജ്യത്ത് കേരള സർക്കാരല്ല. അത് ആദ്യം തന്നെ കൊണ്ടുവന്ന അതിനെ ദുർബലമാക്കിയത് BJP ഭരിക്കുന്ന കർണാടക സർക്കാരാണ്. 2016 എന്റെ ഓർമ്മ. സബ്ജക്ട് കറക്റ്റ്. റജി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നീലിമയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാം. പ്രിയപ്പെട്ട രാധാകൃഷ്ണൻ, ഞാൻ ഈ പറഞ്ഞത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ രാജസ്മാരുടെ ഊഴം വരുമ്പോൾ അത് ആർഗ്യൂ ചെയ്തോളൂ. എനിക്ക് ഒരു വിരോധമില്ല. ഇതൊരു സംഭവമല്ലേ. ഒറ്റ 2 സെന്റൻസിലൂടെ ഞാൻ പറയുന്നത് ഇത് കിടക്കുന്നുണ്ടല്ലോ, ഇത് പബ്ലിക് ഡൊമൈനിലുള്ള കാര്യങ്ങളാണല്ലോ. താങ്കൾ മറുപടി പറയൂ പ്ലീസ്. അല്ല, തീർച്ചയായിട്ടും രാജ്ഭവനിൽ പോയി എക്സ്പ്ലെയിൻ ചെയ്തതിന്റെ ഒക്കെ റെക്കോർഡുകൾ അവിടെ അവൈലബിൾ ആണ്. അപ്പൊ അതല്ല, ഇത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം പങ്കെടുക്കുന്ന വേദിയിലേക്ക് ബോധപൂർവം സംഘർഷം ഉണ്ടാക്കുക എന്ന മനഃപൂർവ്വ ലക്ഷ്യത്തോടു കൂടി വളരെ ആദരണീയരായ വ്യക്തികള് ഇരിക്കുന്ന സദസ്സില് അദ്ദേഹത്തെ അപമാനിക്കാൻ, അദ്ദേഹത്തിനെതിരായി വലിയ നേരിട്ട് അക്രമം നടത്താനിടയായ സാഹചര്യം, അതിനെ തുടർന്ന് ഉണ്ടായ അന്തരീക്ഷം, ആ വേദിയോട് ബന്ധപ്പെട്ട് അതിവിടെ നേരത്തെ പരാമർശിക്കപ്പെട്ടതാണ്. അപ്പൊ അങ്ങനെയെല്ലാം ഒരു സംഘർഷാത്മകമായ സമീപനം ഗവർണറുമായും ഗവർണറുടെ ഓഫീസുമായും ബോധപൂർവം രൂപപ്പെടുത്തിയത് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരിന്റെ അജണ്ടയായിരുന്നു എന്ന് പറയേണ്ടി വരും. കാരണം ഗവൺമെന്റിന് ഇദ്ദേഹം വന്നതിന് ശേഷം നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട്, സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊക്കെ ഇവർ ചെയ്യുന്ന ചില തെറ്റുകുറ്റങ്ങളിൽ സംശയം ചോദിക്കുമ്പോൾ ആ സംശയം ദൂരീകരിക്കുന്നതിനോ അത് പരിഹരിക്കുന്നതിനോ തയ്യാറല്ലാതെ ഗവർണറെ പ്രതിസ്ഥാനത്ത് നിർത്താൻ, ഗവർണറുമായി ഏറ്റുമുട്ടൽ ഉണ്ടാക്കിയിട്ട് സംഘർഷത്തിന്റെ അന്തരീക്ഷമാണ് എന്ന് പ്രചരിപ്പിക്കാനുള്ള ഒരു അജണ്ടയാണ് CPM-ന്റെ സർക്കാർ കേരളത്തിലെടുത്തത്. ആ സമീപനത്തെയാണ് അതേ നാണയത്തിൽ അദ്ദേഹം ചേർത്ത് നിന്നത്. അതാണ് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടത്, രാജ്ഭവന്റെ റെക്കോർഡുകളിൽ പറയുന്നത്. കാരണം രാജ്ഭവനിൽ നിന്ന് ഒരു ഫയല് അത് പെൻഡിങ് ആയ ഫയലിൽ തുടർന്ന് ആ കാര്യങ്ങൾ എന്താണ് എന്ന് നേരിട്ട് പോയി ആ ഫയല് അയച്ചിട്ടുള്ള മന്ത്രി, അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ ബാധ്യതയുണ്ട്. ആ അദ്ദേഹം തടഞ്ഞു വെച്ച ബില്ലുകൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ കേരളത്തിലെ എല്ലാ മന്ത്രിമാരും പോയിട്ടുണ്ടോ? ഇല്ല, അത് പോകാത്ത സാഹചര്യത്തിലാണ് ഗവർണർ ഈ ബില്ലുകൾ വീണ്ടും തടഞ്ഞു വെക്കുന്നവർക്ക് ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായത്. ശ്രീ റെജി ലൂക്കോസ്, അല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ബില്ല് മടക്കിയില്ല?
മടക്കാത്തതിന്റെ കാരണം എന്തുകൊണ്ടാണ് ഇത് പാസ്സാക്കിയിരിക്കാൻ റിട്ടേൺ ചെയ്തില്ല? സദാശിവം എന്തുകൊണ്ട് ഈ സർക്കാരോട് അദ്ദേഹം മാന്യനായ വ്യക്തിയായിരുന്നു, അദ്ദേഹത്തിന് ഭരണഘടനയെ കുറിച്ച് അറിയാം, ഒരു നിയമത്തിലായിരുന്നു. തന്റെ യജമാന്മാരെ സൂചിപ്പിക്കാൻ അത് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയ അത് തന്നെയാണ്. ഞാൻ രാധാകൃഷ്ണനോട് ഒരു കാര്യം ചോദിക്കട്ടെ, ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മളാരും ചർച്ച ചെയ്യുമ്പോൾ മോശമായി സംസാരിക്കുക. കാരണം ആദായം ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആദരവുണ്ടായ വ്യക്തിയാണ്. നമ്മൾ വിമർശിക്കും മാന്യമായ ഭാഷയിൽ. ഈ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തെന്താ? കണ്ണൂരിൽ 89 വയസ്സുള്ള ഒരു ചരിത്രകാരൻ തന്നെ എഴുന്നേറ്റ് നിന്ന് തല്ലാൻ ആക്രമിക്കാൻ ആരോപിക്കുന്നത് ലജ്ജാകരമായ ആരോപണം. കേരളത്തിലെ മുഖ്യമന്ത്രി നേതൃത്വം കൊടുക്കണമെന്ന് പറഞ്ഞ വ്യക്തിയാ. എത്ര നിരുത്തരപരമായിട്ടാണ് വീഡിയോ ക്ലിപ്പിംഗ് നിങ്ങൾക്ക് പറ്റുക ഇപ്പോഴത്തെ കാണിക്കേ. ഇർഫാൻ ഹബീബ് എന്ന് പറയുന്ന 89 വയസ്സുള്ള ചരിത്രകാരൻ, ലോകാതിരിക്കുന്ന ചരിത്രകാരൻ എണീറ്റ് നിന്ന് തല്ലാനാ തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ ഗ്രാവിറ്റി ടൈംസ് ഓഫ് ഇന്ത്യ ഇതിനെതിരെ നിങ്ങളുടെ സംഘടനയുടെ നിങ്ങളുടെ സമീപനമാണ് ഇവിടെ പ്രകടമാവുന്നത്. ഞാൻ പറഞ്ഞു നിങ്ങൾ കൊണ്ടുവന്ന ആരോപണത്തിനെതിരെ ഞാൻ പറഞ്ഞ വസ്തുതകളെ കുറിച്ച് പറഞ്ഞപ്പോൾ രാധാകൃഷ്ണനെതിരെ അവിടെ നിന്ന് റൂട്ട് മാറി പോകുന്ന ഇർഫാൻ ഹബീബ് ആരാ? അത് പറയൂ. ഒരു ഗവർണർക്ക് അക്കാര്യത്തിൽ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമില്ലേ ഈ നാട്ടിൽ? അഭിപ്രായം ലോകമാതിരിക്കുന്ന ചരിത്രകാരൻ തന്നെ ഉപദ്രവിക്കാമെന്നൊന്നും അതൊരു ഗവർണർ പദവിയാണ്. പൈതൃകമുണ്ട്, സംസ്കാരമുണ്ടെന്നൊക്കെ നിങ്ങളോട് പറഞ്ഞില്ലേ? കേരളത്തിലെ പൈതൃക സംസ്കാരമുള്ളതുകൊണ്ടാണ് ആരിഫ് മുഹമ്മദ് പറഞ്ഞ വ്യക്തിയുടെ കേരളത്തിലെ ജനങ്ങൾ കൊടുത്ത പല താക്കീതുകളും അദ്ദേഹം മൈൻഡ് ചെയ്യാറുന്നത്. കേരളത്തിലെ ജനങ്ങൾ ആ പക്വതയുള്ളവര് കേരളത്തിന്റെ വികസനത്തിന് കോടാലി വെക്കുക, എതിർക്കാൻ വേണ്ടി മാത്രം ഗവർണർ പദവി ദുരുപയോഗം ചെയ്യുന്ന വ്യക്തിനെ പിന്നെ കേരളം ഏതിലാണ് വേണ്ടത്? ഞാൻ അതിനാണ് ഓരോ കാര്യങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞത്. അല്ല, ഈ സംസാരിക്കുമ്പോൾ സംഘർഷം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ അടിയുണ്ടാക്കുന്നത് മാന്യതയാണോ എന്ന് പറയുന്ന പോലെയല്ലേ ഒരു പ്രസംഗ വേദിയിൽ, ഒരു യോഗത്തിന്റെ വേദിയിൽ, ആ വേദിയുടെ മാന്യതയ്ക്ക് വിരുദ്ധമായി പെരുമാറുന്ന അന്തരീക്ഷം ബോധപൂർവം അത് എത്ര മാന്യനായ ഒരാൾ. താങ്കളെ ആ വാക്കുപയോഗിക്കാറിയോ? താങ്കളൊരു മാന്യനാഥ് എനിക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ്. ഇത്തരം കാര്യങ്ങളിൽ ഒരു ചരിത്രകാരനായ 89 വയസ്സുള്ള ഒരു വൃദ്ധനായ ഒരു വ്യക്തിയെ ലോകമാതിരിക്കുന്ന ഒരു ചരിത്രകാരൻ ഇദ്ദേഹത്തിന് തല്ലാനായിട്ട് ഇറങ്ങി എന്നൊക്കെ പറഞ്ഞാൽ അതിലെ ടൈംസ് ഓഫ് ഇന്ത്യ പോലും ഇദ്ദേഹത്തിന് അവലംബിച്ചുകൊണ്ട് ലേഖനം എഴുതിയില്ലേ? രാധാകൃഷ്ണന്റെ കാണാ കോപ്പി. അങ്ങേ പോലെയാണ് അതിന് കൂട്ടുനിൽക്കുന്നത്. വേറെ എന്തൊക്കെ പറഞ്ഞു? അതാ കേരളത്തിലെ നിങ്ങൾ ആ സദസ്സിൽ ഗുണ്ടകളെ കൊണ്ട് നിറച്ച് ആ ഗുണ്ടകൾക്ക് ആക്രമിക്കാനുള്ള പ്രേരണ കൊടുക്കുന്ന തരത്തിലുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുന്ന, അതുവഴി ഗവർണറെ പോലും ഗവർണർ പദവിയെ പോലും ഭീഷണിപ്പെടുത്തി പരിധിക്ക് നിർത്താമെന്നുള്ള ധാർഷ്ട്യമാണ് അവിടെ പ്രകടിപ്പിച്ചത്. സാറേ, ആ സദസ്സിൽ 60% അറിയപ്പെടുന്ന വിദ്യാഭ്യാസ വിദഗ്ധരായ സ്ത്രീകളായിരുന്നു. 2 സ്ത്രീകളെ കണ്ടായിരുന്നോ? അല്ല, അവരെല്ലാം ഗുണ്ടാണോ രാധാകൃഷ്ണൻ? സ്ത്രീകളെ കൊണ്ടോ നിങ്ങൾ കുട്ടികളെ കൊണ്ടോ വായിക്കുന്നവരാണ്. ദേശീയ മാധ്യമത്തിനോട് ഗവർണറുടെ മുമ്പിൽ ഇരുന്ന് ദേശീയ മാധ്യമങ്ങൾ ഈ വിഷയം ഈ വിഷയത്തിന് എന്തൊക്കെ ചെയ്തു റജി? അദ്ദേഹത്തിന് SFIക്കാർ അദ്ദേഹം കാറിൽ പോകുമ്പോ വഴിയിൽ തടയുന്നു, വെളിയിൽ ഇറങ്ങുമ്പോ ഇങ്ങനെ SFIയെ ഉപയോഗിച്ചോ സ്ത്രീകളെ ഉപയോഗിച്ചോ കുട്ടികളെ ഉപയോഗിച്ചോ ഒക്കെ ഭയപ്പെടുത്താമെന്നുള്ള നിങ്ങളുടെ ആ വ്യാമോഹത്തെ വെല്ലുവിളിക്കാൻ അദ്ദേഹം തയ്യാറായി. അത് അദ്ദേഹത്തിന്റെ മനക്കരുത്താണ്, അദ്ദേഹത്തിന്റെ ഭരണഘടനയോടുള്ള പ്രതിബദ്ധതയാണ്. ആ ഭരണഘടനയെ മുറുകെ പിടിച്ചുകൊണ്ട് പദവിയോട് അദ്ദേഹം കാണിച്ച ഏറ്റവും വലിയ അനാദരവാണ്. കുട്ടികൾ SFIയിൽ പോകുന്നത് നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? അവരിൽ പുരോഗമന ആശയങ്ങളുടെ വർഗീയവാദികളില്ലാത്ത രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും വിദ്യാർത്ഥി സംഘടനയിലും കേരളത്തിലെ യുവാക്കൾ ഒന്നടക്കം പോകുന്നു. നമ്മുടെ കൗമാരക്കാരെ അവരെ അംഗീകരിക്കുന്നു. ഗുണ്ടായിസത്തിന് അറുതി വന്നു. ആ ഗുണ്ടായിസത്തിന് ഒരു വെല്ലുവിളി ഉയർന്നു. നിങ്ങൾ കേരളത്തിലെ യുവത്വത്തിനെയാണ് വെല്ലുവിളിക്കുന്നത്. പറയുന്ന ഉത്തരേന്ത്യയിലെ അടിമകളായിട്ടുള്ള ഈ കാവിധാരികളെ കാണുന്ന പോലെ കേരളത്തിലെ കുട്ടികളെ കാണരുത്.
അവർ നെഞ്ചുറപ്പോട് കൂടി കാര്യങ്ങൾ SFIക്കാർ മുഴുവൻ ഈ കേരളത്തിന്റെ തലങ്ങും വിലങ്ങും ഗവർണർക്കെതിരെ ഇറങ്ങിയത് ഇവിടെ കാവ്യവൽക്കരണം നടപ്പാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ. ഇവിടെ എവിടെയാണ് കാവ്യവൽക്കരണം നടത്തിയത്? ഏത് VC-യാണ് സംഘപരിവാറിൽപ്പെട്ടത്? അതിന് നിങ്ങൾ മറുപടി പറയൂ. അതിന് വളരെ സിമ്പിൾ അല്ലേ. അദ്ദേഹം അപ്പോയിന്റ് ചെയ്ത സെനറ്റ് മെമ്പേഴ്സ് 3 പേര് ക്രിമിനലുകളാണ്. നിരവധി കേസുകൾ. ഈ മിനിഞ്ഞാന്ന് പറഞ്ഞ റിപ്പോർട്ട് ഇരിക്കുന്ന ഒരു കൊലക്കേസ് പ്രതിയാണെന്നുള്ളത് അതൊക്കെ ഈ സംഘപരിവാരം BJP എഴുതി കൊടുക്കുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വന്നത് എങ്ങനെയാണ്? ഗവർണറുടെ ഇടപെടൽ മൂലമാണ്. ഗവർണർ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഗവർണറുടെ ഇടപെടലും ഗവർണറുടെ നിയമനങ്ങളെ എന്തുകൊണ്ടാണ് കോടതി റദ്ദ് ചെയ്തത്? കോടതി സ്റ്റേ ചെയ്തത്? നിങ്ങൾ കോടതി എന്താ കുറിച്ചിക്കാതെ? കേരളത്തിലെ കോടതി 9 തവണ സ്റ്റേ കൊടുത്തില്ലേ? ബഹുമാനപ്പെട്ട ശശികുമാർ സാർ ചോദിച്ചു നോക്കിയേ, എന്തുകൊണ്ടാണ്? ശശികുമാർ, അങ്ങേക്ക് ഇക്കാര്യത്തിൽ വ്യക്തമായ ഒരു മറുപടി പറയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാന് റജി പറയുന്നത്, കോടതി പോയി കേസ് കൊടുക്കുമ്പോൾ തൽക്കാലം കോടതി സ്റ്റേ ചെയ്യും. അത് സ്വാഭാവികമാണ്, പല കോടതിയിൽ ചെയ്യാറുണ്ട്. പക്ഷേ സ്റ്റേ ചെയ്തതിൽ എത്ര എണ്ണം തിരിച്ചു വന്നു? സിസ തോമസിന്റെ കേസ് വരെ ആദ്യം സ്റ്റേ ചെയ്തിരുന്നു. അവസാനം എന്താ പറഞ്ഞത്? അവരുടെ റിട്ടയർമെന്റ് ബെനിഫിറ്റ് ഉൾപ്പെടെ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കാൻ പറഞ്ഞു. ഗവർണർ ഇടപെട്ടതല്ലേ? എന്നിട്ട് പോലും ഗവർണർ ഇപ്പൊ സുപ്രീം കോടതി പോയിക്കാ. കാരണം സുപ്രീം കോടതി പോകാൻ സർക്കാരിന് പൈസ ഉണ്ടല്ലോ. സുപ്രീം കോടതി പോയി സുപ്രീം കോടതി എടുത്ത് കളഞ്ഞു. ഇപ്പൊ റിവ്യൂ പെറ്റീഷൻ കൊടുത്തേക്ക. അപ്പൊ ഗവർണർ ചെയ്ത് ശരിയോ തെറ്റോ? അപ്പൊ ഗവർണർ നോമിനേഷൻ നടത്തുമ്പോൾ കോടതി പോകുന്നു, അവർ തടയുന്നു. തടഞ്ഞു കഴിയുമ്പോൾ അവസാനം റിസൾട്ട് വരുന്നത് ഗവർണർക്ക് അനുകൂലമായി. ഇപ്പൊ വന്നില്ല. റെജി പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. BJPയുടെ 4 വിദ്യാർത്ഥികളെ നോമിനേറ്റ് ചെയ്ത് കേരളം ഞാൻ നോക്കിയത് ആകെ 4 വിദ്യാർത്ഥികളുടെ നോമിനേഷൻ കോടതി തടയട്ടെ. അത് അവര് മെറ്റില്ല എന്ന് പറഞ്ഞാൽ തടയട്ടെ. നമുക്കെന്താ കുഴപ്പം? ഗവർണർ പറയും തടഞ്ഞാൽ പുതിയ ആളിനെ എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ ഗവർണർ നിയമിച്ച ആൾക്കാര് BJPക്കാരാണ് അല്ലെ RSകാരാണെന്ന് പറഞ്ഞാൽ CPIക്കാർക്ക് നിയമിക്കാവോ? കോൺഗ്രസ് നിയമിക്കുമ്പോൾ ആരെങ്കിലും ഏതെങ്കിലും സംഘടനപ്പെട്ട ആളായിരിക്കും. ഇത് ആക്ഷേപ പറയുന്ന ആൾക്കാരെ, ആക്ഷേപയുടെ കുറെ ക്രിമിനൽ സംഘങ്ങളെ സർവകലാശാല മുഴുവൻ നിയമിക്കുമെന്ന് പറഞ്ഞാൽ അതിവിടെ നടക്കത്തില്ല. അതിനെതിരായിട്ട് ഏത് ഗവർണർ കൂടെ വന്നാലും ഞാൻ കൂടെ നിൽക്കും. ഒരു കാര്യം കൂടെ പറയട്ടെ, ഇവിടെ നമ്മുടെ ജസ്റ്റിസ് സദാശിവത്തിനെ മഹത്വവൽക്കരിച്ചുകൊണ്ട് സംസാരിച്ചു. ഞാൻ അദ്ദേഹത്തെ മോശക്കാരനായിട്ട് കാണുകയല്ല, പഴയ ഒരു ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. പക്ഷെ അദ്ദേഹത്തെ നേരിട്ട് ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ശിവരഞ്ജ് ഉൾപ്പെടെയുള്ള കേരള നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിലുള്ള കുത്തു കേസ് നടന്നപ്പോൾ അവിടെ അനഘ എന്ന പെൺകുട്ടിയെ കൈത്തണ്ട് മുടിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കേണ്ടി വന്നപ്പോൾ അവിടെ PH നിങ്ങൾക്കെല്ലാം ഓർമ്മ കാണും. PHയിൽ പോലീസിലേക്ക് 1, 2, 3 റാങ്കുകൾ വാങ്ങിച്ച കഥ. ആ സമയത്ത് നടന്ന കത്തിക്കുത്ത്, ഈ കുട്ടിയുടെ ആത്മഹത്യാശ്രമം, ഈ കാര്യങ്ങളെല്ലാം കൂടി ഞങ്ങൾ നമ്മുടെ ഈ ഗവർണറെ ചെന്ന് സദാശിവം ചെന്ന് കണ്ടപ്പോൾ പറഞ്ഞത്, ഞാൻ ഗവൺമെന്റുമായിട്ട് ആലോചിക്കാം, നിങ്ങളുമായിട്ട് നേരിട്ട്. ഞാൻ ഒരു സാറി ചാൻസലർ ഓഫ് ദ യൂണിവേഴ്സിറ്റിയാണ് ഇടപെടണമെന്ന് പറഞ്ഞപ്പോൾ അവിടെയാണ് ഞാൻ സദാശിവത്തിലും ആരിഫ് മുഹമ്മദ് ഖാനുള്ള വ്യത്യാസം കണ്ടത്. സദാശിവം ആ രീതി പെരുമാറിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് യാത്രയപ്പ് കിട്ടില്ലായിരുന്നു. അങ്ങനെ ഗവൺമെന്റിന്റെ റബ്ബർ സ്റ്റാമ്പായിട്ടിരിക്കുന്ന വൈസ് ചാൻസലർമാരെ പോലെ ഗവൺമെന്റിന്റെ റബ്ബർ സ്റ്റാമ്പായിരിക്കുന്ന ഒരു ചാൻസലർ വേണമെന്ന് വെച്ചപ്പോൾ അതിനെതിരായിട്ട് നിന്നപ്പോഴാണ് ചാൻസലർ തന്നെ ഗവർണർ സ്ഥാനത്ത് മാറ്റാൻ തീരുമാനിച്ചത്. എന്നിട്ട് ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. കലാമണ്ഡലത്തിലെ അവർ ഗവർണർ മാറ്റിയല്ലോ, പകരം മല്ലിക സാരാഭായിയെ വെച്ചല്ലോ. അവര് 3 ലക്ഷം രൂപ പ്രതിമാസം ശമ്പളം ചോദിക്കുക. അതാണ് അവരവിടെ വരുന്നില്ല. ഇവർ ചാൻസലർക്ക് ആരെങ്കിലും ശമ്പളം കൊടുക്കാമായിരുന്നു. ആ സമയത്താണ് അവിടുത്തെ അധ്യാപകരെ മുഴുവൻ പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഒരു ഉത്തരവ് വരുന്നത്. അതെ, ഇപ്പൊ എന്താ അവിടെ ശമ്പളം കൊടുക്കാൻ പണമില്ല. പക്ഷേ മല്ലിക സാരാഭായിക്ക് 3 ലക്ഷം രൂപ വീതം കൊടുക്കാൻ ഈ സർക്കാരിന്റെ കയ്യിൽ പണമുണ്ട്. അപ്പോൾ ഈ സർക്കാർ ആർക്കു വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്ന ചോദ്യം, ഗവർണർ അതിലെടുത്ത നിലപാട്, അതൊക്കെ തന്നെയാണ് ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത്.